ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് സുനിൽ ഗവാസ്കർ മുംബൈ ഇന്ത്യൻസ് RCB ടീമുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സുനിൽ ഗവാസ്കർ പറഞ്ഞ കാര്യം ഇതാണ്: ഇത്തവണ RCB ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കി. എന്നാൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ കപ്പും കൊണ്ടേ പോകൂ. ഇനി RCBയും മുംബൈയും ആണ് ഫൈനലിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ആയിരിക്കും കിരീടം സ്വന്തമാക്കുക. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മുംബൈ ഇന്ത്യൻസ് ആണ്. RCBയെക്കാളും വളരെ മികച്ച ഡോമിനന്റ് ആയ ടീമും എല്ലാം മുംബൈ ഇന്ത്യൻസ് ആണ്. ഇത്തവണ മുംബൈ ഇന്ത്യൻസ് ഫൈനലിലെത്തിയാൽ കിരീടം സ്വന്തമാക്കും. RCBക്ക് ആദ്യ കിരീടം IPL തന്നെ ആദ്യ കിരീടം എന്നുള്ള ആ ഒരു സ്വപ്നം തന്നെ മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ എത്തിയാൽ ഇല്ലാതെയാകും എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ മത്സരശേഷം ഗുജറാത്ത് ടൈറ്റൻസും മുംബൈയും തമ്മിലുള്ള മത്സരശേഷമാണ് നമ്മുടെ മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള സുനിൽ ഗവാസ്കർ. നമുക്കറിയാം മുംബൈ ഇന്ത്യൻസ് പലരും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാനും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മുംബൈ ഇന്ത്യൻസ് ഫൈനൽ പ്ലേ ഓഫിൽ എത്തിക്കഴിഞ്ഞാൽ അവർ വളരെ ഡേഞ്ചറാണ്. അവർ കപ്പും കൊണ്ടേ പോകും. അതാണ് അവരുടെ ഒരു വലിയ ഹിസ്റ്ററി. ഏതായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു അപ്ഡേറ്റ് മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ വർഷം കേരള പ്രീമിയർ ലീഗ് അതിമികച്ച രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കേരള പ്രീമിയർ ലീഗിൽ സഞ്ജു സാംസൺ കളിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇത്തവണ സഞ്ജു സാംസൺ കേരള പ്രീമിയർ ലീഗിൽ കളിച്ചേക്കും എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹം ഒരു ടീമിൽ കളിച്ചേക്കും. അത് ഏത് ടീമിലാണ് അദ്ദേഹം കളിക്കുക എന്നുള്ള കാര്യം വ്യക്തത ഇപ്പോഴും കിട്ടിയിട്ടില്ല. അദ്ദേഹം സഞ്ജു സാംസൺ വരാനിരിക്കുന്ന കേരള പ്രീമിയർ ലീഗിൽ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന കേരള പ്രീമിയർ ലീഗ് അദ്ദേഹം കളിക്കുകയാണെങ്കിൽ അത് ടൂർണമെന്റ് ഒന്നും കൂടി ശ്രദ്ധിക്കപ്പെടാനും ഒരുപാട് വലിയ ഒരു കാര്യം തന്നെയായി. കാരണം അത്രയും ഫാൻസ് ഉള്ള ഒരു പ്ലെയറാണ്. ഏതായാലും സഞ്ജു സാംസൺ അടുത്ത സീസണിൽ കേരള പ്രീമിയർ ലീഗിൽ കളിക്കുന്നത് കേരള ക്രിക്കറ്റിനും അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റിനും ഒക്കെ വളരെ ഒരു ഗുണമാകുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തും.